കൃത്യമായ നിലപാടാണ്. നമുക്കറിയാം, ഇപ്പോൾ വീട് ഭരിക്കുന്ന സ്ത്രീകളെക്കുറിച്ച് പറഞ്ഞു. സംസ്ഥാനം ഭരിക്കുന്ന സ്ത്രീകളുണ്ട്, രാജ്യം ഭരിക്കുന്ന സ്ത്രീകളുണ്ട്, ബഹിരാകാശത്ത് പോകുന്ന സ്ത്രീകളുണ്ട്. പക്ഷേ AMMയുടെ തലപ്പത്ത് സ്ത്രീകൾക്ക് വാഴാൻ പറ്റില്ല. അവിടെ ശ്വേതയോട് ചോദിക്കുമ്പോൾ ശ്വേത പറയുന്നത് സ്ത്രീയെന്നോ പുരുഷനെന്നോ അല്ല, പാവകളായിരിക്കണം അതിൻ്റെ തലപ്പത്തിരിക്കുന്നത്, പാവയാകാൻ തന്നെ കിട്ടില്ല എന്നതാണ് ശ്വേത മാധ്യമങ്ങളുടെ ചോദ്യത്തിന് മറുപടിയായി പറഞ്ഞത്. ശ്രീമതി മാളവിക ബിന്നി, അവിടെ ഒരു പാവയാണ് ആളുകൾക്ക് വേണ്ടത്, ആ സംഘടനയെ നയിക്കാൻ, പറയുന്നത് കേൾക്കുന്ന, അതിനൊത്തു തുള്ളുന്ന ഒരു പാവയെ. അത് ആകാൻ കഴിയില്ല എന്ന ഒരു സ്ത്രീയുടെ ഉറച്ച തീരുമാനവും നിലപാടുമാണോ ശ്വേതയിലൂടെ നമ്മൾ കാണുന്നത്? കാലാകാലങ്ങളിൽ ആ സ്ഥാനത്ത് വർഷങ്ങളോളം തുടർന്നവരെല്ലാം പവർ ഗ്രൂപ്പിന്റെ പാവകളായിരുന്നു. അത് ഒന്നുകൂടി വ്യക്തമാവുകയാണോ ഈ ഘട്ടത്തിൽ? എനിക്ക് തോന്നുന്നു രണ്ടാമത് പറഞ്ഞ തന്നെയാണ് കറക്റ്റ് രേണുക. അതൊരു സ്ത്രീയാണോ പുരുഷനാണോ എന്നുള്ള വ്യത്യാസം അവിടെ ഇല്ലാന്ന് എനിക്കുന്നു. കാരണം ഈ AMM എന്ന് പറഞ്ഞ സംഘടനയുടെ വ്യവസ്ഥ നോക്കുകയാണെങ്കിൽ കഴിഞ്ഞ 30 വർഷമായിട്ടുള്ള ഒരു സ്ട്രക്ചറൽ റോട്ട് അതിലുണ്ട്. അത് വളരെ കൃത്യമായിട്ട് പേട്രിയാർക്കലായിട്ട് നിലനിൽക്കുന്നത്, നിരന്തരമായിട്ട് ഹണ്ടേഴ്സിന്റെ ഇരപിടിയന്മാരുടെ കൂടെ നിലനിൽക്കുന്നതുമായിട്ടൊരു സംഘടനയാണ്. അവർ തന്നെ എത്രയോ പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട്, ഇതൊരു ക്ലബ്ബ് പോലെ നിൽക്കുന്നതാണ്, ഇതൊരു യൂണിയൻ അല്ല. അപ്പൊ യൂണിയനിൽ നിന്ന് വരുന്ന ഒരു അഡ്വക്കസി ഒരിക്കലും നമ്മൾ AMMയിൽ നിന്ന് പ്രതീക്ഷിക്കരുത്. രണ്ട്, ഇവര് ഇതിനു മുമ്പേ പറഞ്ഞിട്ടുള്ള, ഈ സ്ത്രീകൾ ഭരണത്തിൽ വരുന്നതിന് മുമ്പേ ഉള്ള ആ ഇലക്ഷനിൽ പറഞ്ഞിട്ടുള്ള ഒരു കാര്യം, അതായത് അങ്ങനെ അല്ല, ഞങ്ങൾ സ്ത്രീകളെ മാനിക്കുന്നതാണ്, റെസ്പെക്ട് ചെയ്യുന്നതാണ് എന്നൊക്കെ ഘോരഘോരം അവരന്ന് പറഞ്ഞിട്ടുള്ള ഒരു സമയത്ത് സ്ത്രീകൾ അതിന്റെ തലപ്പത്ത് വന്നാലും കേവലമായിട്ടുള്ള പ്രതീകാത്മകമായിട്ടുള്ള റെപ്രസെന്റേഷൻ അല്ലെങ്കിൽ ടോക്കൺ റെപ്രസെന്റേറ്റീവ്സ് മാത്രമായിട്ട്, ടോക്കനുകളുടെ പ്രത്യേകതയാണല്ലോ അവർ സംസാരിച്ചുകൂടാ. അതുകൊണ്ട് തന്നെ കുറെ സംസാരിക്കുന്ന സ്ത്രീകൾ അതിൽ വന്നപ്പോൾ, അതിപ്പോ ശ്വേത ആണെങ്കിലും ശരി, അൻസിബ ആണെങ്കിലും ശരി, അതിൽ സംസാരിക്കുന്ന സ്ത്രീകൾ വന്നപ്പോൾ അത് ആ സിസ്റ്റത്തിലെ വൈറസ് പോലെയാണ് പ്രവർത്തിക്കുന്നത്. അപ്പൊ ആ വൈറസിനെ പുറന്തള്ളുക മാത്രമേ സിസ്റ്റത്തിന് പറ്റുള്ളൂ. ഇവിടെ പ്രകാശ് ബാരെ കുറെ കൂടെ ജനറസ് ആയിട്ടൊരു സ്റ്റാൻഡാണ് എടുത്തിരിക്കുന്നത്, അവസാനത്തെ ബസ്സാണെന്ന്. എൻ്റെ ഒരു കാഴ്ചപ്പാടിൽ അവസാനത്തെ ബസ്സും പോയി കഴിഞ്ഞൊരു സംഘടനയാണിത്. കാരണം കാലത്തിനനുസരിച്ച് ഒട്ടും മാറാത്ത, ഒന്ന് ആലോചിച്ച് നോക്കൂ. ഇപ്പം ഞാനൊരു യൂണിവേഴ്സിറ്റി പഠിപ്പിക്കുന്ന ഒരാളാണ്. നമ്മുടെ എല്ലാ സ്ഥലങ്ങളിലും അത് കേരളം പോലൊരു ജെൻഡർ പോസിറ്റീവ് ആയിട്ടുള്ള ഒരു സ്റ്റേറ്റിൽ ഇത്രയധികം സ്ത്രീകൾ, സംസാരിക്കുന്ന സ്ത്രീകൾ വന്നിട്ടുള്ള ഒരു ജനറേഷണൽ ഷിഫ്റ്റിന്റെ ഭാഗമായിട്ട് എല്ലാ സ്ഥലങ്ങളിലും ഫീമെയിൽ വിസിബിലിറ്റിയും പ്രസൻസും ഇത്ര അധികമായിട്ട് സ്ത്രീകളുടെ ഏജൻസി പ്രകടമാകുന്ന ഒരു കാലഘട്ടത്തിലാണ് ഇപ്പോഴും ഒരു സ്ത്രീക്ക് വന്നിട്ട്, തലപ്പത്ത് 1 വർഷം ഇരുന്ന ഒരു സ്ത്രീക്ക് വന്നിട്ട് എനിക്ക് പാവയാകാൻ ഞാൻ വിസമ്മതിക്കുന്നു എന്ന് പറഞ്ഞ് വെളിയിലിറങ്ങി വരേണ്ടി വരുന്നത്. അതിനോടൊപ്പം നമ്മൾ ആലോചിക്കേണ്ടത്, ഈ സ്ട്രക്ചറൽ റോട്ട് എന്ന് പറയുന്നത് എപ്പോഴും ഒരു എക്കോസിസ്റ്റം നിലനിർത്തിയിട്ട് അതിന്റെ ഒരു ഏറ്റവും കീ പൊസിഷനിൽ ഒരു സ്ത്രീ വരുന്നത് കൊണ്ട് ഒരു ചേഞ്ച് വരില്ല. ആ സ്ത്രീ ഒരു സ്കേപ്പ് ഗോട്ടായി മാറുകയെ സാധ്യമുള്ളൂ. കാരണം എന്താ, ബാക്കി എല്ലാ എക്കോസിസ്റ്റം മുഴുവൻ ഈ സ്ത്രീക്കെതിരെ നിരന്തരമായി പ്രവർത്തിച്ചു കൊണ്ടിരിക്കും. ഈ സ്ത്രീയെ ഇൻകേപ്പബിൾ ആയി ചിത്രീകരിക്കാനും, ഇൻഎഫിഷ്യന്റ് ആയിട്ട് ചിത്രീകരിക്കാനും, ഭരണപാടവം ഇല്ലാത്തവളായി ചിത്രീകരിക്കാനും, അല്ലെങ്കിൽ സെറ്റ് ഓഫ് സ്ത്രീകളെ ചിത്രീകരിക്കാനും നിരന്തരമായി പ്രവർത്തിച്ചു കൊണ്ടിരിക്കും. അതിന്റെ എന്താണ്, അതിന്റെ റിഫ്ലക്ഷൻ ആണ് നമ്മളിവിടെ കാണുന്നത്. ഒന്ന് ആലോചിച്ച് നോക്കൂ. 45 ദിവസം ശ്വേത ചോദിക്കുകയാണ്, ഈ 45 ദിവസം കൊടുക്കുന്നതിന് എന്താണ് ഇഷ്യൂ? 1 വർഷമല്ല ആയിട്ടുള്ളൂ. ഇത് കഴിഞ്ഞ 30 വർഷവും എത്രയോ ടേംസ് ഇരുന്ന ആണുങ്ങളോട് കാണിച്ച ജനറോസിറ്റി എന്താണ് ഈ ജനറൽ ബോഡി മെമ്പേഴ്സും അതിലെ കീ പ്ലെയേഴ്സ് ആയിട്ടുള്ളവർ ഈ സ്ത്രീകൾക്ക് കൊടുക്കാത്ത? അവർ 1 വർഷമേ ആയിട്ടുള്ളൂ ഇതുവരെ അധികാര പൊസിഷൻസിലോ മേജർ ഓർഗനൈസേഷന്റെയോ ഹെഡിൽ ഇരുന്നിട്ടുള്ള, പവർ ഹീൽഡിംഗ് പൊസിഷനിൽ ഇരുന്നിട്ടുള്ള ഭരണപാടവം ഇല്ലാത്ത സ്ത്രീകൾ ആണ് എന്നുള്ള കൺസെഷൻസ് മേ ബി അതുപോലും കൊടുക്കാത്തുള്ള ഒരു രീതിയിൽ ഇതിങ്ങനെ ഇൻസിസ്റ്റ് ചെയ്യാണ്. പ്രൊസീജറൽ വയലേഷൻസ്, അത് 21 ദിവസം മുമ്പേ ഓഡിറ്റിന്റെ റിപ്പോർട്ട് കൊടുത്തില്ല, ഇങ്ങനെയുള്ള കേവലമായിട്ടുള്ള പ്രൊസീജറൽ വയലേഷൻ പറഞ്ഞു. ഇതിന് മുമ്പ് ഇതിന്റെ പ്രൊസീഡിങ്സ് നമുക്ക് പബ്ലിക്കലി അവൈലബിൾ ആണോ എന്ന് എനിക്ക് അറിയില്ല. പക്ഷെ പബ്ലിക്കലി അവൈലബിൾ ആണെങ്കിലും പ്രൈവറ്റ്ലി അവൈലബിൾ ആണെങ്കിലും ഒന്ന് നോക്കണം. എത്ര ജനറൽ ബോഡി മീറ്റിംഗ്സിൽ ഇത്ര കൃത്യമായിട്ട് ഇഴകീഴി പരിശോധിച്ചിട്ടുണ്ട് പ്രൊസീജറൽ വയലേഷൻ ഉണ്ടോ ഇല്ലേന്ന്? ഓഡിറ്റ് റിപ്പോർട്ട് 21 ദിവസം മുമ്പേ തന്നെ കൊടുത്തിട്ടുള്ള എത്ര വർഷങ്ങൾ ഉണ്ടായിരിക്കും? അല്ലെങ്കിൽ ഇവരോട് ഉന്നയിക്കുന്ന ഇതേ ഇഷ്യൂസ് നേരത്തെ ഉണ്ടായിരുന്ന ഏതെങ്കിലും എക്സിക്യൂട്ടീവ് കമ്മിറ്റിയോട് ഉന്നയിച്ചിട്ടുണ്ടോ? ഇതൊരു മേജർ ഇഷ്യൂ ആണ്. കാരണം എപ്പോഴും സ്ത്രീകൾ അനുഭവിക്കുന്ന ഒരു പ്രശ്നം, ഒരിക്കലും അവരുടെ ജെൻഡറിനെ സൂചിപ്പിച്ചുകൊണ്ട് അവർ അറ്റാക്ക് ചെയ്യില്ല, മറ്റേതെങ്കിലും ഒരു ഇഷ്യൂവിലേക്ക് ഇത് ഡീവിയേറ്റ് ചെയ്യും.
അല്ലെങ്കിൽ മറ്റൊരു ഇഷ്യൂവിനെ പ്രൊജക്ട് ചെയ്തിട്ട് ഇത് സ്ത്രീകളായതുകൊണ്ടല്ല അവർക്കെതിരെ അറ്റാക്ക് ചെയ്യുന്നത്, പക്ഷെ മറ്റ് ഇഷ്യൂസ് ഉണ്ട്, അഡ്മിനിസ്ട്രേറ്റീവ് ഇഷ്യൂസ് ഉണ്ട്, അല്ലെങ്കിൽ XYZ ഇഷ്യൂ ഉണ്ട്. ആ ഇഷ്യൂ ഉള്ളത് കൊണ്ടാണ്. എന്നിട്ട് ഇതിന്റെ സമൻ സബ്സ്റ്റൻസ് എന്താണ്? ഈ സ്ത്രീകൾക്ക് ഇത് ലീഡ് ചെയ്യാൻ അറിയില്ല എന്ന് പ്രൂവ് ചെയ്യുന്ന ഒരു രീതിയിലുള്ള ഒരു നാരറ്റീവ് സൃഷ്ടിക്കപ്പെടും. ഇതേ കാര്യമാണ്. ഇത് ഇന്നലും തുടങ്ങിയല്ല, കഴിഞ്ഞ 1 വർഷമായിട്ടും ഈ സ്ത്രീകളെ തലപ്പത്ത് വന്ന ആ ഒരു സമയം തൊട്ട് തന്നെ നിരന്തരമായിട്ടുള്ള ഈ റൂമർ ചേർണിംഗ് മെഷീൻസിന്റെ വർക്കിംഗ് നമുക്ക് കാണാൻ പറ്റും. നിരന്തരമായിട്ട് ഇവർ ഇനഫിഷ്യന്റ് ആണെന്ന് കാണിക്കുന്ന രീതിയിലുള്ള നാരറ്റീവുകൾ. ഒന്ന് ആലോചിച്ച് നോക്കൂ. ഇന്ന് സ്ത്രീകൾ വെളിയിൽ വന്ന് ഈ കാര്യങ്ങൾ ചർച്ച ചെയ്യുന്നെങ്കിലും ഉണ്ട്. നേരത്തെ ഈ AMMയുടെ തന്നെ ആദ്യത്തെ ഒരു 15-20 വർഷത്തിൽ ഈ വെളിയിൽ പോയ സ്ത്രീകളല്ലാതെ അതിനകത്ത് എങ്ങനെ ഇഷ്യൂസ് നടക്കുന്നുണ്ട് എന്നുള്ളത് നമുക്ക് അറിയാൻ കഴിഞ്ഞു. ഇന്റേണൽ ഡെമോക്രസി ഇതിനകത്ത് കഴിഞ്ഞ 1 വർഷമാണ് ഉള്ളതെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഇന്റേണൽ ഡെമോക്രസി ഉള്ളത് ഈ സ്ത്രീകളുടെ പ്രസൻസ് കാരണമാണ്. ആ ഇന്റേണൽ ഡെമോക്രസി നിലനിൽക്കുന്നത് ഒരു റോബസ്റ്റ് ഓർഗനൈസേഷൻ ആദ്യപടിയാണ്. അപ്പൊ ഇവർക്ക് മനസ്സിലായി കഴിഞ്ഞു, ഇങ്ങനെ ചർച്ചകൾ നടക്കും, വെളിയിൽ പോയി സംസാരിക്കും, ഈ AMMയിൽ നടക്കുന്ന പല കാര്യങ്ങളും വൈഡ്ലി ഡിസ്കസ്ഡ് ആകും. അത് ക്ലോസ് ചെയ്യണമെങ്കിൽ എന്താണ്? ഈ സ്ത്രീകളെ ചവിട്ടി പുറത്താക്കണം. ആ ചവിട്ടി പുറത്താക്കുന്ന പ്രക്രിയയാണ് നമ്മൾ കാണുന്നത്. ഇനി ഇവർക്കിത് നേരത്തെ ഞാൻ ആദ്യം സൂചിപ്പിച്ചതുപോലെ കഴിഞ്ഞ പ്രാവശ്യം ഇവരുടെ ഇലക്ഷൻ വന്ന സമയത്ത് ഞങ്ങൾക്ക് സ്ത്രീകളോട് ഭയങ്കര ബഹുമാനമാണ്, ഞങ്ങൾ എല്ലാ ഫെസിലിറ്റേഷൻസും സ്ത്രീകൾക്ക് കൊടുക്കുമെന്നുള്ള ആ പൊള്ളയായിട്ടുള്ള ഇവരുടെ ആ നാരറ്റീവ് ഇനി വിലപ്പോകില്ല. കാരണം കുറച്ച് സ്ത്രീകളെങ്കിലും അതിന് ശ്രമിച്ചു, ഇത് റിഫോർം ചെയ്യാൻ ശ്രമിച്ചു. പക്ഷെ റിഫോം അവിടെ പോസിബിൾ അല്ല. ടോക്കൺ റെപ്രസെന്റേഷൻ ഞാൻ ഉറപ്പായിട്ടും പറയാം, അടുത്ത ഇനി ഒരു എക്സിക്യൂട്ടീവ് ഇലക്ഷൻ ഉണ്ടെങ്കിൽ അതിലും ഒരു 2-3 സ്ത്രീകൾ, എക്സ്ട്രീംലി പേട്രിയാർക്കൽ ആയിട്ടുള്ള സ്ത്രീകളെ ഇവർ നിർത്തുകയും ചെയ്യും, അവരെ വിജയിപ്പിക്കുകയും ചെയ്യും, അവർക്കും ഈ ഗതി തന്നെ വരികയും ചെയ്യും. കാരണം സ്ട്രക്ചറൽ റോട്ടാണ് നമ്മൾ കാണുന്നത്. തീർച്ചയായും. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.